ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന ചോറും കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതായി ഒരു പാത്രം ചൂടായി വന്നപ്പം ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നെയ്യ് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതാ ബട്ടറിൽ ഒന്ന് മെൽറ്റായി വന്നപ്പം ഞാനിതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പഞ്ചസാര ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം, കാരമലാക്കി എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ ഒന്നിങ്ങനെ ഇളക്കി എടുക്കുക. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് കാരമലായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക, കുറച്ചീച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഫസ്റ്റ് ഒഴിക്കുമ്പം നമ്മൾ ക്യാരമലൊന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിങ്ങനെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് റെഡി ആവട്ടെ, കട്ടയൊന്നും പിടിക്കാതെ നല്ല ഇതിൽ കിട്ടും. ഇനിയിപ്പോൾ ഇതിങ്ങനെ കട്ടയൊന്നും പിടിക്കാത്ത ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പാൽ കട്ടയെല്ലാം പിടിച്ചിരിക്കുന്നു. അപ്പം അതൊന്നും സാരമില്ല കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ പാലൊന്ന് തിളച്ച് വരുന്നവരെ ഇങ്ങനെ കാത്തു നിൽക്കുക. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാനിതാ 1 കപ്പ് ചോറില്ലേ, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചോറ് അതാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നിങ്ങനെ കുറുക്കി എടുക്കുക. ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കുറുക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നിൽ പൊടിച്ച ഏലക്കായോ അല്ലെങ്കിൽ ഇങ്ങനെ തെരി ഏലക്കായോ ഒന്നും കുഴപ്പമില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാത്തവർക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ്. ഇങ്ങനെ ചോറൊന്നും വയ്ക്കാത്ത കുട്ടികളെല്ലാം ഉണ്ടാവില്ല, ഓർക്കെല്ലാം ഇതെന്തായാലും ഇഷ്ടപ്പെടും. അതുമല്ല സ്കൂളെല്ലാം വിട്ടുതരുന്ന കുട്ടികൾക്കെല്ലാം ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ സിമ്പിളായിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.